إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدئ الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും വിധിവിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചു മരണപ്പെടുന്ന യഥാർത്ഥ മുവഹിദീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, സാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ദുൽഹിജ്ജ മാസം കഴിഞ്ഞ് മുഹറം മാസത്തിൻ്റെ പിറവിയോടെ വിശ്വാസി സമൂഹം പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിലും പ്രവാചക ജീവിതത്തിലും അവിസ്മരണീയവും അതിപ്രധാനവുമായ ഒരു സംഭവമാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ പലായനം, ഹിജ്റ. മുസ്ലിങ്ങളിൽപ്പെട്ട പല ആളുകൾക്കും ഒരു ഹിജ്റ വർഷം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും പലപ്പോഴും അറിയാറില്ല. എന്നാൽ ഇംഗ്ലീഷ് വർഷമാകട്ടെ അതിൻ്റെ പുലരിയും കാത്ത് ആഘോഷിക്കുന്ന, ആർത്തുല്ലസിക്കുന്ന ഒരു ജനതയെ നമുക്ക് കാണാൻ സാധ്യമാകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹിജ്റ വർഷമാണെങ്കിലും ഇംഗ്ലീഷ് വർഷമാണെങ്കിലും പുതിയ ഒരു വർഷം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒരു വർഷം കൂടി കൊഴിഞ്ഞുപോയി എന്നും, അതുപോലെ തന്നെ അള്ളാഹു എനിക്ക് നിശ്ചയിച്ച ആയുസ് കുറഞ്ഞു പോകുന്നു എന്നും, എൻ്റെ മരണത്തിൻ്റെ അവധിയിലേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുമാണ് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്. അക്ദിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, പ്രവാചകൻ പറഞ്ഞതുപോലെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനായി കൂടുതൽ പണിയെടുക്കാനുമാകണം ഓരോ പുതുവർഷങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ചിന്തിപ്പിക്കുന്നതും. നോക്കൂ, മുഹറം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ മാസവുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഒന്ന്, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികൾ അല്ലാഹു രേഖപ്പെടുത്തിയ ദിവസം, സൃഷ്ടിച്ച ദിവസം, രേഖപ്പെടുത്തിയതിനനുസരിച്ച് മാസങ്ങളുടെ എണ്ണം 12 എന്നിട്ട് പറഞ്ഞു, മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ നിങ്ങൾക്ക് 4 മാസത്തെ ഞാൻ പവിത്രമാക്കിയിട്ടുണ്ട്. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളാണ്. ഒന്ന് ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ്. ദുൽഖഅദും ദുൽഹിജ്ജയും നമ്മിൽ നിന്ന് അവസാനിച്ചു. അടുത്ത ഒരു പവിത്ര മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നോക്കൂ, ഇസ്ലാമിക കലണ്ടറിലെ മാസത്തിന്റെ തുടക്കവും ഒടുക്കവും കൃത്യമായ കാരണങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. നോക്കൂ, ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയുന്നത്, ഇന്നല്ലാഹ ഇഫ്തതഹ അസ്സനത ബിശഹ്രിൻ ഹറാം വഖതമഹാ ബിശഹ്രിൻ ഹറാം. നിശ്ചയമായും അല്ലാഹു വർഷങ്ങളെ പവിത്രമാസം കൊണ്ട് തുടങ്ങുകയും പവിത്രമാസം കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ ഹിജ്റ വർഷത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആ വർഷത്തിന്റെ തുടക്കം പവിത്രമായ മുഹറം മാസമാണ്. അത് അവസാനിക്കുന്നത് ദുൽഹിജ്ജ മാസം, പവിത്രമാസം കൊണ്ടാണ്. അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായി കൊണ്ട് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ വളരെ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത്, അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം, റമളാനിന് ശേഷം ഏറ്റവും ഉത്തമമായ നോമ്പെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാസമായ മുഹറത്തിലെ നോമ്പാണ്. സഹോദരങ്ങളെ, ഇവിടെ ഈ ഒരു മാസത്തെ വിശേഷിപ്പിച്ചത് ശഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസം എന്നതാണ്. മറ്റൊരു മാസത്തെക്കുറിച്ച് അള്ളാഹു ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടില്ല, പ്രവാചകൻ പറഞ്ഞു തന്നിട്ടില്ല. മുഹറം മാസത്തെ അള്ളാഹുവിങ്കലേക്ക് ചേർത്തിക്കൊണ്ടു പറയുന്നു, ശഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമാണ് ഈ മുഹറം എന്നുള്ളത്. അഫ്ളലു സിയാം, ഏറ്റവും ഖൈറായ ശ്രേഷ്ഠമായ നോമ്പ് ബഅദ റമളാൻ, റമളാനിന് ശേഷം ശഹ്റുല്ലാഹിൽ മുഹറം, ഈ മുഹറത്തിലെ നോമ്പാണെന്ന്
ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ അബൂ ഉസ്മാനുൻ നഹ്രി അദ്ദേഹം പറയുന്നുണ്ട്, ഒരു വർഷത്തിൽ 3 പത്തുകളെ അവർ മഹത്വപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹത്വപ്പെടുത്തി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്ന് അൽ അശ്റുൽ അഖീർ മിൻ റമദാൻ, ഒരു വർഷത്തിലെ ആദ്യത്തെ പ്രാധാന്യമുള്ള 10 ദിവസം എന്ന് പറയുന്നത് റമദാനിലെ അവസാനത്തെ 10 ആണ്. അതുപോലെ തന്നെ വൽ അശ്റുൽ അവ്വൽ മിൻ ദുൽഹിജ്ജ, നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസമാണ് രണ്ടാമതായി പ്രാധാന്യം കൊടുത്തത്. പിന്നെ പറഞ്ഞു വൽ അശ്റുൽ അവ്വൽ മിൻ മുഹറം, മുഹറം മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾ. കാനൂ യുഅള്ളിമൂന 3 അശ്റാത്ത്, ഈ 10 ദിനങ്ങളെയും പണ്ഡിതന്മാർ ഒരുപാട് പ്രാധാന്യത്തോടു കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. അതിലുപരി ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകതയും അതിൽ അമല് ചെയ്താലുള്ള പ്രതിഫലങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, മുഹറവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ചരിത്രത്തിലെ ചില സുപ്രധാന സംഭവങ്ങൾ നടന്നത് ഈ മുഹറത്തിലാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ മാസത്തിനുണ്ട്. അതിലൊന്ന് നജാത്തു സയ്യിദിന യൂനുസ് അലൈഹിസ്സലാം മിൻ ബത്നിൽ ഹൂത്ത്, മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഈ മുഹറത്തിലാണ്. ഒരുപാട് രക്ഷപ്പെടുത്തിയ സംഭവം നടന്നിട്ടുണ്ട് കേട്ടോ. ഈ മുഹറം മാസത്തിന്റെ പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കണം ഏത് മാസത്തിലാണ് നാം നിൽക്കുന്നതെന്ന്, ആ മാസത്തിന് എന്ത് പ്രത്യേകതയാണ് നൽകിയതെന്ന്, ചരിത്രത്തിൽ എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളതെല്ലാം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമുക്കറിയാം, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്തു. യാ ഖൗമി അബ്ദുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. ആ നാട്ടിൽ ആരും വിശ്വസിച്ചില്ല, ആരും അനുയായികളുണ്ടായില്ല. യൂനുസ് നബി അലൈഹിസ്സലാം ദേഷ്യം പിടിച്ചു, നാട് വിടുകയാണ്. അങ്ങനെ മറ്റൊരു നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു കപ്പലിൽ കയറി. കുറച്ച് യാത്രക്കാരുമായി ആ കപ്പലങ്ങ് മുന്നോട്ട് പോകുന്നു. കുറച്ചു കഴിഞ്ഞ് കപ്പിത്താൻ പറഞ്ഞു, ഭാരം കൂടുതലാ, ഒരാൾ ഈ കപ്പലിൽ നിന്ന് പുറത്തേക്ക് ചാടണം. ആരും റെഡിയല്ല, തയ്യാറല്ല. അപ്പൊ കപ്പിത്താൻ പറഞ്ഞു, നമുക്ക് നറുക്കിടാം. എന്നാർക്കും പ്രശ്നങ്ങളില്ലല്ലോ. ആ നറുക്ക് വീണത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുരാകൂരിരുട്ടിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, രാത്രിയുടെ ഇരുട്ട്, കടലിന്റെ ഇരുട്ട്, അതുപോലെ തന്നെ മത്സ്യത്തിന്റെ വയറിന്റെ ഉള്ളിലെ ഇരുട്ട്, ആ ബത്നുൽ ഹൂത്തിൽ വെച്ച്, ആ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെയോ മഹത്തുക്കളെയോ വിളിച്ചു പ്രാർത്ഥിച്ചില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് ദുആയിരുന്നത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ, അല്ലാഹുവേ നീ അല്ലാതെ ആരാധ്യനില്ല. സുബ്ഹാനക, നീ പരിശുദ്ധനാണ് റബ്ബേ. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നു അല്ലാഹ്. അതുകൊണ്ട് എന്നെ ബത്നുൽ ഹൂത്തിൽ നിന്ന് രക്ഷിക്കണം അല്ലാഹ്. അള്ളാഹു രക്ഷപ്പെടുത്തി. നമുക്കറിയാം, ആ പ്രാർത്ഥന മുഖേന യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെട്ടു. ആ സംഭവം നടന്നത് ഈ മുഹറം മാസത്തിലാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നജാത്തു നൂഹ് അലൈഹിസ്സലാം മിനത് തൂഫാൻ, അടുത്ത ഒരു രക്ഷ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തൂഫാനിൽ നിന്ന്, പ്രളയത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഈ മുഹറം മാസത്തിലാണ്. സൂറത്തുൻ നൂഹ് അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധ്യമാകും, യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു.
അല്ലയോ ജനതയെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം, അവന്റെ മുന്നിൽ മാത്രം സുജൂദ് അർപ്പിക്കണം. ലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റ. വദ്ദിനെയും സുവാഇനെയും യഗൂസിനെയും യഊഖിനെയും നസ്റിനെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്, അവർക്ക് മുന്നിൽ സുജൂദ് ചെയ്യരുത് എന്ന തൗഹീദ് വിളംബരം നടത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഇന്നി ദഅവതു ഖൗമി ലൈലൻ വനഹാറ. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എൻ്റെ ജനതയെ 950 വർഷം ഞാൻ നേർമാർഗത്തിലേക്ക് ക്ഷണിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞതൊന്നും അവർ ചെവി കൊണ്ടില്ല. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല കപ്പൽ നിർമ്മിക്കാൻ പറഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാമിനെ കളിയാക്കി, വെള്ളമില്ലാത്ത ഈ പ്രദേശത്ത് എന്തിനാണ് കപ്പൽ നിർമ്മിക്കുന്നത്? അള്ളാഹുവിന്റെ കൽപ്പന നൂഹ് നബി അലൈഹിസ്സലാം അംഗീകരിച്ചു. അതടിസ്ഥാനത്തിൽ കപ്പൽ നൂഹ് നബി അലൈഹിസ്സലാം നിർമ്മിച്ചു. ആ ജനതയെ ഖുർആൻ പറയുന്നു, ഫഅഖദഹുമുത് തൂഫാൻ വഹും ളാലിമൂൻ. അവരക്രമികളായിരുന്നു. വലിയ ഒരു മഹാപ്രളയം ആ ജനതയെ അഭിമുഖീകരിച്ചു. വമാ ആമന മഅഹു ഇല്ലാ ഖലീല. ഭാര്യയടക്കം മകനടക്കം കുറെ പേർ നൂഹ് നബി അലൈഹിസ്സലാമിൽ അവിശ്വസിച്ചു. വഹിയ തജ്രി ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ. പർവ്വതത്തിന് സമാനമായി വെള്ളം രൂപപ്പെട്ടു. വസ്തവദത് അലൽ ജൂദി. ജൂദി പർവ്വതം മുകളിൽ വരെ വെള്ളം വരുമാർ അല്ലാഹുവിന്റെ ശിക്ഷ ആ സമൂഹത്തിന് അല്ലാഹു നൽകി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പ്രബോധനം ചെയ്തപ്പോ അത് അംഗീകരിക്കാൻ ആ ജനത തയ്യാറായില്ല. അവസാനം ആ സമൂഹത്തെ അല്ലാഹുവിന്റെ ശിക്ഷ പിടികൂടി. ഫഅൻജൈനാഉ വഅസ്ഹാബുസ് സഫീന. കപ്പലിന്റെ കൂട്ടുകാർ, കപ്പലിന്റെ അസ്ഹാബുകളെ ഞാൻ രക്ഷപ്പെടുത്തി. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഓരോ വർഗത്തിൽ നിന്നും ഓരോ ഇണകൾ അല്ലാഹു അതിലോട്ട് പ്രവേശിപ്പിക്കാൻ പറഞ്ഞു, വംശനാശം സംഭവിക്കാതിരിക്കാൻ. അസ്ഹാബുസ് സഫീനത്തിനെ ഞാൻ രക്ഷപ്പെടുത്തി. അപ്പോ നൂഹ് നബി അലൈഹിസ്സലാമിൻ രക്ഷപ്പെട്ടതും ഈ മുഹറം മാസത്തിലാണ്. യൂനുസ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടതും നൂഹ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടതും ഈ മുഹറത്തിലാണെന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റൊരു രക്ഷ ഈ ഒരു മുഹറം മാസത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നജാത്തു മൂസാ നബി അലൈഹിസ്സലാം മിൻ ഫിർഔൻ. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ടതും മുഹറത്തിലാണ്. അതാണ് നേരത്തെ പറഞ്ഞത്. ഒരുപാട് പ്രത്യേകതകളും പ്രാധാന്യവും ഈ മാസത്തിനുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദിമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീന. അല്ലാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് കടന്നു വരുന്ന സമയം ഫറഅൽ യഹൂദ തസൂമു യൗമ ആശൂറ മുഹറം 10. മുഹറം 10 അവിടെയുള്ള യഹൂദികളെല്ലാം നോമ്പനുഷ്ഠിക്കുന്നത് പ്രവാചകൻ കാണുകയാണ്. ഫഖാല, അവരോട് പറഞ്ഞു, മാ ഹാദാ, ഇതെന്താണ്? അവര് റസൂലിന് മറുപടി കൊടുത്തു, ഹാദാ യൗമുൻ സാലിഹ്, ഇത് നല്ലൊരു ദിവസമാണ്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവിഹിം. ബനൂ ഇസ്രായീലരെ അല്ലാഹു അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ചരിത്രം നമുക്കറിയാം. മൂസാ നബി അലൈഹിസ്സലാം ഇതുപോലെ പ്രബോധനം ചെയ്തു. ഫിറഔൻ അഹങ്കരിച്ചു. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ്. ആദിഹിൽ അൻഹാറുല്ലത്തി തജ്രി മിൻ തഹ്തി, ഈ നദികളും പുഴകളും ഒഴുകുന്നത് എൻ്റെ അധീനതയിലാ എന്ന് പറഞ്ഞു അഹങ്കരിച്ച ഫിർഔനിന്റെ അടുക്കലേക്ക് ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്ത പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അവസാനം മൂസാ നബി അലൈഹിസ്സലാമിനെയും കൂട്ടരെയും ഓടിപ്പിക്കുകയാ. അവരെ കൊല്ലാൻ വേണ്ടി പിറകിൽ ഓടിപ്പിക്കുകയാ. പിടിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഒരു സമുദ്രത്തിന്റെ മുന്നിൽ അകപ്പെട്ടു മൂസാ നബി അലൈഹിസ്സലാമും കൂട്ടരും. മൂസാ നബിയുടെ കൂടെയുള്ള ആളുകൾ വരെ പറഞ്ഞത് എന്തെന്നറിയോ? ഇന്നാ ലമുദറഖൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു മൂസ, ഇനി നമുക്ക് രക്ഷയില്ല. ഫിർഔനിന്റെ കെണിയിൽ അകപ്പെട്ടു. മുന്നിലാണെങ്കിൽ സമുദ്രം, പിന്നിലാണെങ്കിൽ ഫിർഔനും കൂട്ടരുമുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? സഹോദരങ്ങളെ, ആ സമയത്ത് അവിടെയാണ് മൂസാ നബി അലൈഹിസ്സലാം കാണിച്ച ഇസ്തിഖാമത്തും തവക്കുലും നമ്മൾ മനസ്സിലാക്കേണ്ടത്.
കല്ലാ ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിക്കും. ആ ഒരു വിശ്വാസമാണ് മൂസാ നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയത്. ജീവിതത്തിൽ നമുക്ക് എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ മറ്റുള്ള ആളുകളിലേക്ക് തേടാതെ അവരിലേക്ക് പോകാതെ നമ്മൾ പറയേണ്ടത് തവക്കൽതു അലല്ലാഹ്. ആ ഒരു ഇസ്തിഖാമത്ത്, അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ അള്ളാഹു നമ്മെ സഹായിക്കും. ഭൗതിക സാഹചര്യങ്ങളൊന്നും മൂസാ നബി അലൈഹി ഇസ്ലാമിന് മുന്നിലില്ല, മറ്റാരും സഹായിക്കാനില്ല, മറ്റുള്ള മാർഗങ്ങളില്ല, ആയുധങ്ങളില്ല. മുന്നിലേക്ക് ചാടിയാൽ സമുദ്രമാണ്, പിന്നിലാണെങ്കിൽ ഫിർഔനിന്റെ ശത്രു സൈന്യം അവരെ കൊല്ലുമെന്ന് തീർച്ചയാണ്. ഭൗതിക സഹായങ്ങളില്ല. നമ്മൾ മനസ്സിലാക്കണം, ഭൗതിക സഹായങ്ങൾ കിട്ടാനില്ലാത്തൊരവസ്ഥ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചാൽ അവിടെ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ആ ഒരു തവക്കുൽ നമുക്കുണ്ടെങ്കിൽ, അടിയുറച്ച വിശ്വാസം, ബരമേൽപ്പിക്കുന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അള്ളാഹു നമ്മെ സംരക്ഷിക്കും. നമ്മൾ കേട്ട ചരിത്രമാണത് അല്ലേ? ഖുർആനിലൂടെ അങ്ങനെ വായിക്കുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു തന്നത്, പ്രവാചകൻ പഠിപ്പിച്ചത് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ അവിടെ സംഭവിച്ചത് നമുക്കറിയാം. ഫഔഹൈനാ ഇലാ മൂസ അൻ ഇദ്രിബ് ബിഅസാകൽ ബഹർ, ആ കടലിൽ അടിക്കാൻ വേണ്ടി പറഞ്ഞു വടികൊണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഒരു സാഹചര്യം എന്തായിരിക്കും എന്നുള്ളത്. അതിലൂടെ നടന്നു പോകാൻ പറഞ്ഞു. വഅൻജൈനാ മൂസ വമൻ മഅഹു അജ്മഈൻ, മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും കൂടെയുള്ള ആളുകളെയും നാം രക്ഷപ്പെടുത്തി. സുമ്മ അഖ്റഖനൽ ആഖിരീൻ, അവശേഷിച്ച ഫിർഔനിനെയും മറ്റു സംഘത്തെയും അല്ലാഹു സമുദ്രത്തിന്റെ ആഴിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ആ വിശ്വാസമേതാ? അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഏത് സന്ദർഭത്തിലും സാഹചര്യത്തിലും റബ്ബ് നമ്മെ സഹായിക്കും. അപ്പൊ ഈ ദിവസം ബനു ഇസ്രായേലരെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമായതുകൊണ്ട് യഹൂദികൾ പറഞ്ഞു, ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നു നബിയെ. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുന്നുണ്ട്, ഫഅന അഹഖു ബിമൂസാ മിൻകും, മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഏറ്റവും ബാധ്യത നിങ്ങളെക്കാൾ എനിക്കാണ്. ഫസാമഹു വഅമറ ബിസിയാമിഹി, ആ ദിവസം പ്രവാചകൻ നോമ്പനുഷ്ഠിച്ചു. നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി സഹാബത്തിനോട് കൽപ്പിക്കുകയാണ്. എന്നിട്ടതിന്റെ പ്രതിഫലം പറയുന്നുണ്ട്. സൗമു യൗമു ആശൂറാ യുകഫിറു അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തുല്ലതി ഖബ്ലഹു വബഅദഹു യുകഫിറു സനത്തുല്ലതി ഖബ്ലഹു, മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തെ നോമ്പ് കൊണ്ട് നമുക്ക് പുറത്തു തരും. മുഹറം 10 ആശൂറാ ദിവസത്തെ നോമ്പിന്റെ പ്രത്യേകതയെക്കുറിച്ചാണ് പറഞ്ഞത്. ആ ദിവസം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കണം. താസുആ മുഹറം 9 കുറിച്ച് പറഞ്ഞു. ഫഇദാ കാന അൽആമുൽ മുഖ്ബിൽ ഇൻഷാ അല്ലാഹ് സുംന അൽയൗമു താസിഅ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9 നോമ്പ് അനുഷ്ഠിക്കും. പക്ഷേ ഫലം യഅതിൽ ആമുൽ മുഖ്ബിൽ ഹത്താ തുവഫി റസൂലുള്ളാഹ്, പക്ഷെ അതിനു മുമ്പ് പ്രവാചകൻ മരണപ്പെട്ടു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹറം 9 10 നമ്മൾ നോമ്പ് അനുഷ്ഠിക്കണം. അപ്പൊ യൂനുസ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടത്, നൂഹ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയത്, മൂസാ നബി അലൈഹിസ്സലാമിനെയും ജനതയെയും എല്ലാം അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഈ മുഹറം മാസത്തിലാണ്. മാത്രല്ല അള്ളാഹു പവിത്രമാക്കിയ മാസമാണ്. ഷഹറുല്ലാ, അള്ളാഹുവിന്റെ മാസം എന്ന് വിശേഷിപ്പിച്ച മാസമാണ്. അതുകൊണ്ട് നമ്മളെ ബാധ്യത, ഒരു തിന്മ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് പവിത്രമായ മാസം ചെയ്യുമ്പോൾ ഒരുപാട് ശിക്ഷകളുണ്ട്. സാധാരണ ദിവസം നമ്മളൊരു നന്മ ചെയ്യുന്നത് പവിത്രമാസങ്ങളിൽ നന്മ ചെയ്യുന്നത്ര പ്രതിഫലം ഉണ്ടാവില്ല, അതിനേക്കാൾ നമുക്ക് പ്രതിഫലം കിട്ടും. അതുപോലെ തന്നെയാണ് തിന്മയുടെ കാര്യം. അപ്പൊ നമ്മൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ അമലുകളുമായി മുന്നേറേണ്ട സമയമാണ് ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ ഒരു മാസത്തിന്റെ ആദ്യ ദിനങ്ങൾ ചില ആളുകൾ നെഹ്സിന്റെ, ശകുനത്തിന്റെ ദിവസങ്ങളായി കാണാറുണ്ട്. നമ്മുടെ സമൂഹത്തിലൊക്കെ ഇപ്പോഴും ആ ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്.
ചില ആളുകളൊക്കെ നഹ്സിന്റെ ദിവസങ്ങളാണെന്ന് പറഞ്ഞ് ആ ദിവസങ്ങളിലൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാറുണ്ട്. അതായത് ഭീതിയോടും ആശങ്കയോടും കൂടിയൊക്കെ ദിവസങ്ങൾ കാണുക. അതുപോലെ തന്നെ കല്യാണങ്ങളാകട്ടെ, കച്ചവടമാകട്ടെ, ഉദ്ഘാടനങ്ങളാകട്ടെ, ഒരു പുതിയ വീട്ടിൽ താമസിക്കലാകട്ടെ, വിദേശ യാത്രയാകട്ടെ, ഒന്നും ആ ദിവസങ്ങൾ നടത്തൂല. എവിടുന്നാണ് സഹോദരങ്ങളെ ഈ വിശ്വാസം വന്നത്? ഈ നഹ്സിന്റെ വിശ്വാസം എവിടെ നിന്നാ വന്നത്? ഇപ്പോഴുമുണ്ട്. ചില ദിവസം അന്ന് യാത്ര ചെയ്ത് ശരിയാവൂല, അന്ന് ഒരു സംരംഭം തുടങ്ങിയ ശരിയാവൂല. ഒരു ദിവസവും മോശമല്ല. അങ്ങനെ നഹ്സായി നമ്മൾ കാണാൻ പാടില്ല. നാം മനസ്സിലാക്കേണ്ടത് ഹിജ്റ 61-ാം വർഷം മുഹറം 10-നാണ് ഇസ്ലാമിക ചരിത്രത്തിലെ കറുത്ത അധ്യായമായ കർബല സംഭവിച്ചത്. പ്രവാചകന്റെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ കുടുംബവും ഒക്കെ ക്രൂരമായി കൊല്ലപ്പെട്ടത് കർബല യുദ്ധത്തിലാണ്. എന്നാൽ ചരിത്രത്തിലെ ഈ നൊമ്പരത്തെ പിൽക്കാലത്ത് ശിആക്കൾ രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. മാത്രമല്ല, ഷീഈ നിർമ്മിത ആചാരങ്ങളുടെ ഭാഗമായി മുഹറത്തിലെ ആദ്യ നാളുകൾ നഅ്സായി കാണുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിലെ ആളുകളും ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഒന്നിനെയും നെഹ്സായി കാണരുത്. ചില നമ്പറുകളൊക്കെ 13, 113 വാഹനങ്ങളുടെ നമ്പർ ഇടൂല. ചില ഹോട്ടലുകളിലൊക്കെ റൂം എടുക്കുകയാണെങ്കിൽ ആ നമ്പർ അവർ സെലക്ട് ചെയ്യൂല. ചില നമ്പറുകൾക്ക് ശകുനമായി കാണുന്നു, ചില ദിവസങ്ങൾക്ക്, ചില സമയങ്ങൾക്ക്. അങ്ങനെയൊന്നുമില്ല. അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് യുദീനി ഇബ്നു ആദം സന്തതി മനുഷ്യർ എന്നെ ഉപദ്രവിക്കുന്നു. അല്ലാഹ് പറയാ, മനുഷ്യർ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്. അവര് പറയുന്നത് യാ ഖൈബത്തദ് ദഹർ, കാലത്തെ കുറിച്ച് നാശം എന്ന് ജനങ്ങൾ പറയാ അല്ലേ? നല്ല കാലാവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചൂട്, അതിന് കുറ്റം. നല്ല മഴയാണ്, അതിന് കുറ്റം. ഖൈബത്തദ് ദഹർ, കാലം കൊണ്ട് ഒരിക്കലും നിങ്ങൾ നാശത്തെ പറയരുത്. ഫലാ യഖൂലന്ന അഹദുക്കും യാ ഖൈബത്തദ് ദഹർ ഫഇന്നി അനദ് ദഹർ, കാലത്ത് നിങ്ങൾ കുറ്റം പറയാൻ പറ്റൂല. അല്ലാഹ് പറയാ അനദ്ദഹർ, ഞാൻ കാലമാണ്. ഉഖല്ലിബു ലൈലഹു വനഹാറുഹു, അതിന്റെ രാവുകളെയും പകലുകളെയും മാറ്റിമറിക്കുന്നത് ഞാനാ. ഫഇദാ ശിഅ്തു ഖബലതുഹുമാ, ഞാൻ ഉദ്ദേശിച്ചാൽ ഒരു പിടുത്തം പിടിക്കാവുന്നതേ ഇതുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ലാ തസുബ്ബുദ് ദഹർ, കാലത്ത് കുറ്റം പറയരുത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പവിത്രമായ മുഹറം മാസത്തിലേക്ക് പ്രവേശിച്ചു. ഇനി നമ്മുടെ ബാധ്യത ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മകളിൽ മുന്നേറുക എന്നുള്ളതാണ്. സാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വജന്ന അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും ആകാശഭൂമികളോളം വിസ്തൃതിയുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ മത്സരിക്കണം, ധൃതിപ്പെടണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതടിസ്ഥാനത്തിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ നന്നാക്കുക, അമലുകളൊക്കെ നമ്മൾ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.